സുഹൃത്തുക്കളെ, എൻ്റെ നിലയിലേക്ക് ഏവരെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യട്ടെ. മധു നായർ നിങ്ങളോട് സംസാരിക്കുന്നതിൽ വളരെയധികം സന്തോഷം കാണുന്ന ആളാണ്. ആഴ്ചയിലൊരിക്കലുള്ള ഈ റിച്വലിൽ ഏറ്റവും സന്തോഷം എനിക്കാണെന്നുള്ളത് നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഇന്നിപ്പോൾ വിഷയം ധാരാളമുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം ഏതാണ്ട് അവസാനിക്കുന്നുമുണ്ട്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഡേറ്റിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. വോട്ട് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ സംവിധായകൻ്റെ അവസ്ഥയാണ്. രഞ്ജിത്തിന് കോടതി ജാമ്യം നൽകുമോ എന്ന് പോലും സംശയത്തിലാണിപ്പോൾ. അദ്ദേഹം ചെയ്ത വാദങ്ങൾ എല്ലാം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാലേരി മാണിക്യം ഷൂട്ട് ചെയ്ത അവസ്ഥയിൽ ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ബംഗാളി നടി പരാതി നൽകി. അതിനുശേഷം വേറൊരു സുഹൃത്ത് അദ്ദേഹമായിട്ട് ബാംഗ്ലൂർ പോയി അവിഹിതം നടത്തിയെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. ഈ പരാതികളിലൊന്നും തന്നെ കഴമ്പില്ലാന്ന് കണ്ടിട്ട് കേസിൽ നിന്നൊക്കെ അദ്ദേഹം ഊരി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പരാതി. ജനുവരി മാസത്തിലാണ് അതും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് കാരവാനിൽ നടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പീഡനം ബലാത്സംഗമാണെന്നൊന്നും പറയുന്നില്ല. അശ്ലീല ചുവയുള്ള വർത്തമാനം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വലിയ ഗൗരവകരമായ ഒരു കുറ്റമായിട്ട് കണക്കാക്കി കേരള പോലീസിലൊരു ചരിത്രം സൃഷ്ടിക്കുന്ന രീതിയിൽ ആരും അറിയാതെ ഇൻവെസ്റ്റിഗേഷൻ, ഭരണകൂടം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രക്ഷപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് രാത്രി വെളുക്കെ തൂക്കിയെടുക്കുകയും കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആക്ച്വലി വാദിക്കുവാനോ എന്താ പറയുക, ഒരു നല്ല കാര്യം പറയാനോ മലയാള സിനിമയിൽ നിന്നല്ല അവിടുത്തെ സാഹിത്യ നായകന്മാരാരും തന്നെ റെഡിയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യമൊന്നും പറയുന്നില്ല. വളരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയുള്ളൂ. വളരെ സ്വന്തമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന് വലിയ അഭിപ്രായമാണ്. ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. സർക്കാരിൻ്റെ ഒത്താശകളൊക്കെ ഉണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. ഇപ്പോൾ എനിക്കുള്ള ഒരു മനോവധയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രഞ്ജിത്തിനെ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി കുറേ കാലം എൻ്റെ ഇവിടുത്തെ ഒരു കമ്പ്യൂട്ടർ കമ്പനിയിൽ എന്താ പറയുക ലീഗൽ അഡ്വൈസറായിരുന്നു. അവരിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലണ്ടനിലാണ് സ്ഥിരതാമസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരിചയമല്ലാതെ രഞ്ജിത്തിനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ചെയ്ത ചില സിനിമകൾ കാര്യമായിട്ട് ഹൃദയത്തിലേറ്റി നടക്കുന്ന എന്നെപ്പോലെ ഒരുപാട് നന്ദനം, ഇത്രയും സുന്ദരമായൊരു സിനിമ മലയാളത്തിൽ അധികം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആറാം തമ്പുരാൻ, രാവണപ്രഭു, ഇങ്ങനെയൊക്കെയുള്ള വളരെ ബ്രില്യൻ്റായിട്ടുള്ള സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുകയും സംവിധാനമൊക്കെ ചെയ്ത അദ്ദേഹത്തിന് ഈ ഗതി, അദ്ദേഹത്തിൻ്റെ ആരോപിക്കപ്പെടുന്ന കുറ്റം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, സിനിമാ ലോകത്ത് ഇങ്ങനത്തെ കളികൾ കളിക്കാത്ത എത്ര പേര് ബാക്കിയുണ്ടാവുകയോ? ഇത് അംഗീകരിച്ചു കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അതാണ് നടക്കുന്നത്. രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി കുറവാണ്. പക്ഷെ സിനിമാ രംഗത്ത് ഈ പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം വളരെയധികം വ്യാപകമാണ്. അതിൽ വളരെ മിടുക്കം വരെന്ന് ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിൽ നീങ്ങുന്നു. ചിലരെ പിടിക്കപ്പെടുന്നു, എന്നിട്ട് എന്താ പറയുക, ശരിക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ആരോഗ്യപരമായിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ അവശരായ, അതായത് കിഡ്നിയും ലിവറും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളാണ് രഞ്ജിത്ത്, ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ ധർമ്മസങ്കടം നിങ്ങളെ
വിളിച്ച് അറിയിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ഈ ആഴ്ചത്തെ എൻ്റെ നേരികൾ ഉപയോഗിക്കുകയാണ്. ഈ കേസിൽ വളരെ ബാലിശമായിട്ടുള്ള കേസെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരാളിനെ കുറിച്ച്, അതായത് പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, പക്ഷെ അതുപോലെ ചെയ്യാത്തൊരു ഒരവസ്ഥയിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ഭീകരമായിട്ടുള്ള നിയമലംഘനത്തിന് വേണ്ടി പിടിക്കപ്പെടുകയും ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സംവിധാനം തികച്ചും ആരോഗ്യപരമല്ല എന്ന് എൻ്റെ അഭിപ്രായം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.